ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് തൊട്ടിട്ട് എൻഡ് ഓഫ് ജാൻ വരെ ഉള്ള മെസ്സേജസ് ആണ് എടുക്കാൻ പോണത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് എന്ന് നോക്കാം. ഇന്ന് തൊട്ടിട്ട് എൻഡ് ഓഫ് ജാൻ വരെ നിങ്ങളുടെ ലൈഫിൽ ലവ് ലൈഫ് ആൻഡ് കരിയർ എന്താണ് മെസ്സേജസ്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് കാർഡാണ് ഏസ് ഓഫ് സ്വേർഡ്സ്, 9 ഓഫ് പെൻറ്റിക്കിൾസ്, 2 ഓഫ് പെൻറ്റിക്കിൾസ്, 5 ഓഫ് പെൻറ്റിക്കിൾസ്, 4 ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് 7 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് 6 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മിക്കവരും എല്ലാം ഒരു പെൻറ്റിക്കിൾ എനർജിയാണ്. എല്ലാം കാർഡ്സ് ഇവിടെ ഒരു പെൻറ്റിക്കിൾസ് ആണ്. ഒരു കാർഡ് മാത്രം സ്വോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടിയും ഇപ്പോൾ ജാൻവരിയുടെ ബാക്കിയുള്ള ദിവസം നിങ്ങളുടെ ഫിനാൻസസ്, കരിയർ, വീട്, അങ്ങനത്തെ കാര്യങ്ങൾ അവിടെയാണ് നിങ്ങളുടെ ഫോക്കസ് ഉള്ളത്. ആൻഡ് സ്റ്റേബിലിറ്റി ആണ് ഏറ്റവും വലിയ ഫോക്കസ് നിങ്ങളുടെ. 6 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു ഇൻസ്റ്റേബിൾ എനർജിയുടെ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ട് ഈ സമയത്ത്. അത് ഫിനാൻഷ്യൽ ലൈഫിലായിരിക്കാം, ഇല്ലാച്ചാൽ നിങ്ങളുടെ റൊമാൻറ്റിക് പേഴ്സണൽ ലൈഫിലായിരിക്കാം. അപ്പോൾ ഇവിടെ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്. ഒരു പേഴ്സൺ കൂടുതൽ എഫേർട്ട് ഇടുന്നുണ്ട് ആൻഡ് അതുമാതിരി റെസിപ്രോക്കേറ്റ് ചെയ്യില്ല വേറെ പേഴ്സൺ. അതല്ലാച്ചാൽ കരിയറും ഫിനാൻസ് ആണ് വെച്ചാൽ മേ ബി നിങ്ങൾക്ക് ഫിനാൻഷ്യലി കുറച്ചൊരു പ്രോബ്ലം ഉണ്ടാവാം ആൻഡ് ആരോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. അതാണ് ഈ കാർഡിൻ്റെ മീനിങ്. അതല്ലാച്ചാൽ മേ ബി നിങ്ങളുടെ അടുത്ത് കുറേ എക്സസ് പൈസ ഉണ്ടാച്ചാൽ നിങ്ങൾ വേറെ ആരോ ഒരു പേഴ്സണെ ഹെൽപ്പ് ചെയ്യണ മാതിരിയായിരിക്കും ഈ എനർജി. അപ്പോൾ ഏസ് ഓഫ് സോർഡ്സ് ഇവിടെ ക്ലാരിറ്റിയുടെ എനർജിയാണ്, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, ന്യൂ ഓപ്പർച്യൂണിറ്റീസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റാഗ്നൻസി വന്നിട്ടുണ്ട് വെച്ചാൽ ഇതൊരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. ഇത് കരിയറിലാണ് വെച്ചാൽ മേ ബി നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും, ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി കിട്ടും, ഒരു കോൾ ഇല്ലെച്ചാൽ മെസ്സേജ് വരും ഒരു ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ. അതല്ലാച്ചാൽ ഇതൊരു ന്യൂ ബിസിനസ് ഐഡിയ ആയിരിക്കാം, ഓർ എൽസ് ഒരു പുതിയ ബിഗിനിങ് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. 9 ഓഫ് പെൻറ്റിക്കിൾസ് ഇത് ഒരു ലക്ഷറിയുടെ എനർജിയാണ്. അപ്പോൾ ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ എനർജി സപ്പോർട്ട് ചെയ്യണത് കുറേ ലക്ഷറിയസ് ലൈഫാണ്. പൈസ ഫിനാൻഷ്യലി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവും, കുറേ പൈസ ഉണ്ട്, പൈസ ഇല്ലാച്ചാൽ കുറേ പൈസ വരും. നിങ്ങൾ ആ സ്റ്റേജിലെത്തും, ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി ഒരു പൊസിഷനിലെത്തും ലൈഫിൽ. അത് ജാൻവരിയിൽ തന്നെ ആവണം എന്നില്ല, പക്ഷെ അതിൻ്റെ ബിഗിനിങ് ജാൻവരിയിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും ആൻഡ് ഈ ഓപ്പർച്യൂണിറ്റീസ് ഫ്യൂച്ചറിൽ പോയിട്ട് നിങ്ങൾക്ക് കുറേ അബണ്ടൻസ് കൊണ്ടുവരും. 2 ഓഫ് സോർഡ്സ് ആണ് ഇവിടെ. അപ്പോൾ 2 ഓഫ് സോർഡ്സ് ഒരു ഇൻ്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ ഡിസിഷൻ്റെ ഇടയ്ക്ക് ഒരു ചോയ്സിൻ്റെ എനർജിയാണ്. ഇത് ഇമോഷണൽ റിലേഷൻഷിപ്സിൻ്റെ കാര്യമാണ് വെച്ചാൽ മേ ബി നിങ്ങൾക്ക് 2 ചോയ്സസ് ഉണ്ട്. ആ ചോയ്സിൽ നിങ്ങൾക്ക് ഏത് ചോയ്സാണ് എടുക്കേണ്ടതെന്നായിരിക്കും ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച്. ഇത് കരിയർ റിലേറ്റഡ് ആണ് വെച്ചാലും സെയിം മെസ്സേജാണ്. നിങ്ങൾക്ക് 2 ചോയ്സസ് ഉണ്ട്. മേ ബി ആ ചോയ്സിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കണം, പക്ഷേ ആ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് കുറച്ചൊരു വിഷമമുണ്ട്. ഈ 9 ഓഫ് പെൻറ്റിക്കിൾസ് റിലേഷൻഷിപ്പിൽ നോക്കുമ്പോൾ ഇതൊരു സിംഗിൾ പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ മേ ബി നിങ്ങൾ സിംഗിൾ ആയിരിക്കാം, ഓർ എൽസ് റീസെൻ്റ്ലി ബ്രേക്കപ്പ് അയച്ചാൽ ഇതൊരു സിംഗിൾ പേഴ്സൻ്റെ എനർജിയാണ്. കുറേ ആൾക്കാർ നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട്, കുറേ ലവിൽ പറഞ്ഞാൽ കുറേ ആൾക്കാർ നിങ്ങളെ അഡ്മയർ ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും, പക്ഷെ മേ ബി നിങ്ങൾ കുറച്ചൊരു സിംഗിൾ എനർജിയിലാണ് ഇപ്പോൾ ചൂസ് ചെയ്യണേ ഉണ്ടാവാൻ. നിങ്ങളൊരു കമ്മിറ്റ്മെൻറ്റിൽ അത്ര താല്പര്യം ഉണ്ടാവില്ല. 5 ഓഫ് പെൻറ്റിക്കിൾസ് ഇത് ആദ്യം ഒരു ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസിൻ്റെ എനർജിയാണ്. ചില കേസസ് ഇത് ലാക്ക് ഓഫ് മണി, എന്തെങ്കിലും ഒരു ഇമ്പൾസീവ് ആയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഓർ എൽസ് എന്തോ ഒരു ലോസ് ഉണ്ടാവാൻ വഴിയുണ്ട് നിങ്ങളുടെ ഫിനാൻസസിൽ. അപ്പോൾ
പൈസയുടെ കാര്യത്തിൽ സൂക്ഷിക്കുക. ഇത് ചിലപ്പോൾ ഇമ്പൾസീവ് പർച്ചേസിങ് ചെയ്തു വെച്ചാൽ അതും ഒരു ലോസ് മാതിരിയാണ്. എന്നുവെച്ചാൽ നിങ്ങളത് പ്ലാൻ ചെയ്യാണ്ട് ഒരു ഇമ്പൾസീവായി സ്പെൻഡിങ് ചെയ്യണത് ആണ് ഇവിടെ കാണുന്നത്. ഇത് ഫിനാൻഷ്യൽ കാര്യമല്ല വെച്ചാൽ ഇത് റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ മേ ബി റീസെൻ്റ്ലി ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ എന്തെങ്കിലും ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളെ ആരോ വിട്ടുപോയി ഓരെൽസ് ആരോ നിങ്ങളെ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആണ്, ഒരു പ്രയോറിറ്റൈസ് ചെയ്യാത്ത ഒരു എനർജി. പറഞ്ഞാൽ നിങ്ങളെ ആരും പ്രയോറിറ്റൈസ് ചെയ്യണില്ല എന്ന ആ ഫീലിംഗ് ഉണ്ട്. നിങ്ങൾ കുറച്ചൊരു ലോ ആയിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക ജനറലി. ഒരു റിജക്റ്റഡ് മാതിരി ഒരു ഫീലിംഗ് ആണ് 5 of Pentacles. 4 of Pentacles ആണ് ഇവിടെ നെക്സ്റ്റ് കാർഡ്. അപ്പോൾ ആദ്യം നിങ്ങളുടെ എനർജി കുറേ വിഡ്രോൺ ആയിട്ടാണ്. നിങ്ങൾ കൂടുതൽ വേറെ ആൾക്കാരുടെ കൂടെ അത്ര സോഷ്യലൈസ് ചെയ്യുന്നുണ്ടാവില്ല, മിങ്കിൾ ചെയ്യുന്നുണ്ടാവില്ല, എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല ഫീലിങ്സൊക്കെ. കുറച്ചൊരു ഷെല്ലാണ് നിങ്ങൾ, കുറച്ചൊരു തന്നെ ഇരിക്കാനാണ് നിങ്ങൾ കുറച്ചൊരു സമയം വേണം എന്ന് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും. ഒരു ലോൺലി മാതിരി എനർജിയാണ്. ഇത് ഫിനാൻസസ് ആണ് വെച്ചാൽ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ കുറേ നിങ്ങളുടെ പൈസയുടെ കൺട്രോൾ വെക്കാൻ വേണ്ടിയിട്ട് കുറേ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ സേവിങ് മോഡിലാണ് ജാനുവരിയുടെ ബാക്കിയുള്ള ദിവസം. 7 of Pentacles നിങ്ങൾ എന്തോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. എവിടെയോ നിങ്ങൾ പൈസ ആർക്കെങ്കിലും ലെൻഡ് ചെയ്തിട്ടുണ്ടാച്ചാൽ അത് തിരിച്ചു വരും എന്ന് വെയിറ്റാണ് ഇവിടെ ചെയ്യണത്. ആ പൈസ റിട്ടേൺ ആവും എന്ന ഹോപ്പിൽ വെയിറ്റാണ് ചെയ്യണത്. അതല്ല വെച്ചാൽ നിങ്ങൾ മേ ബി നിങ്ങളുടെ ജോബോ കരിയറിൽ എന്തെങ്കിലും ബോണസ് വരും, ഇല്ല പ്രൊമോഷൻ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. എവിടെയെങ്കിലും നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ റിട്ടേൺസ് വരുമ്പോൾ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും ഇവിടെ. ഇത് ഇമോഷണലി റിലേഷൻഷിപ്പ് വൈസ് ആണ് വെച്ചാൽ നിങ്ങൾ മേ ബി ഇത് ഒരു പേഴ്സൻ്റെ കോൾ ഓർ ടെക്സ്റ്റ് മെസ്സേജിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ ക്ലാരിഫൈ ചെയ്യാം. ഈ 6 of Pentacles എന്താണ് ഇവിടെ? Queen of Wands. അപ്പോൾ ഇത് ഫയർ സൈൻ കാണാണ്ട് അവിടെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. മേ ബി നിങ്ങൾക്ക് ആരോ ഇഷ്ടമാണ് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ആ റെസിപ്രോക്കൽ എനർജി ഇല്ല. അവർ നിങ്ങളെ അവരുടെ സൈഡിൽ നിന്ന് അത്ര അവർ എനർജി നിങ്ങളുടെ ഡയറക്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല ഈ സമയത്ത്. പക്ഷെ നിങ്ങൾ ഈ പേഴ്സണെ കുറേ ലൈക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൻ്റെ സൈഡിന് അത്ര ഒരു പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണെന്ന്. ഏസ് ഓഫ് സോർഡ്സ് നിങ്ങളുടെ എനർജിയിൽ എന്തുകൊണ്ടാണ്? കിങ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ആർക്കു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം വെച്ചാൽ ഈ പേഴ്സൺ ഈ ക്വീൻ ഓഫ് വാൻഡ്സിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണം വെച്ചാൽ ആ പേഴ്സൻ്റെ ഒരു ആക്ഷൻ, കമ്മ്യൂണിക്കേഷൻ, ഒരു ക്ലിയർ ആയി ഡിസിഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ജാനുവരിയിൽ. അതല്ല വെച്ചാൽ മേ ബി ജോബ് വൈസ് ഞാൻ പറഞ്ഞ മാതിരി ഒരു ഓഫർ വരും നിങ്ങളുടെ അടുത്ത്. അപ്പോൾ 9 of Pentacles ഇവിടെ 5 of Wands. അപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിൽ ഞാൻ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് കാണുന്നത്. നിങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പിലാണ് വെച്ചാൽ ഇത് നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ കുറേ ആൾക്കാരെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണ്. ആൻഡ് അവർക്ക് എല്ലാവർക്കും നിങ്ങളുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷനാണ്. അതും അല്ല വെച്ചാൽ കരിയറിലാണ് വെച്ചാലും ഞാൻ പറഞ്ഞ മാതിരി കോമ്പറ്റീഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും കരിയറിൽ പ്രൊമോഷൻ, ബോണസ് അങ്ങനെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യേണ്ട വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഫൈറ്റ് പറഞ്ഞാൽ ലിറ്ററൽ ഫൈറ്റ് അല്ല, പക്ഷേ ആ ഇൻറ്റേർണൽ കോമ്പറ്റീഷൻ മാതിരി കലീഗ്സിൻ്റെ ഇടയ്ക്ക് അതുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കുറേ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും നിങ്ങളുടെ ജോലിയിൽ. 2 of Swords ഇവിടെ എന്താണ്? ഈ ചോയ്സ്, സ്ട്രെങ്ത്. അപ്പോൾ എന്തോ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഓർ കരിയറിൽ. ഈ ഡിസിഷൻ കുറേ ഡിഫിക്കൽട്ട് ഡിസിഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബോൾഡായി ഡിസിഷൻസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. സ്ട്രെങ്ത് ലിയോ എനർജിയാണ്. ഈ 5 of Pentacles എന്താണ്? Knight of Swords. അപ്പോൾ എന്തോ നിങ്ങൾ ഇമ്പൾസീവായി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫേവറബിൾ ഔട്ട്കം അല്ല ഞാനിവിടെ കാണുന്നത്. അപ്പോൾ എത്രയും പറ്റണമെന്ന് വെച്ചാൽ ഇമ്പൾസീവായി ഒരു ആക്ഷനും എടുക്കരുത്. എന്നുവെച്ചാൽ ഞാൻ എസ്പെഷ്യലി മണി വൈസ്, ഓക്കെ, ഫിനാൻഷ്യലി എന്നുവെച്ചാൽ ഫിനാൻഷ്യലി എന്തോ നിങ്ങൾ ചെയ്ത് ഓരൽസ് ഇൻവെസ്റ്റ് ചെയ്യണ കാര്യം അത് ബാക്ക് ഫയർ ആവുന്നുണ്ട്. ആൻഡ് അവിടെ ഒരു കുറച്ച് ഫിനാൻഷ്യൽ ലോസ് ഞാൻ കാണുന്നുണ്ട്. ഇത് ഇമോഷണലി ആണ് വെച്ചാലും ഞാൻ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു ഇമ്പൾസീവായി റിയാക്ട് ചെയ്യരുത്. എന്നുവെച്ചാൽ അത് ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യില്ല. ഓക്കെ, 4 of Pentacles, King of Pentacles. അപ്പോൾ
നിങ്ങളുടെ എനർജിയിൽ ഞാൻ പറഞ്ഞ മാതിരി കുറേ ഒരു സേവിങ് മോഡിലാണ് നിങ്ങൾ. കുറേ ടൈറ്റായിട്ട് നിങ്ങളുടെ പൈസയ്ക്ക് പിടിച്ചാണ് ഇരിക്കണത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കുറേ ഓൾറെഡി ഓവർ സ്പെൻഡ് ചെയ്തു, ലോസായി. അപ്പോൾ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ ഒരു ടഫ് മെഷേഴ്സാണ് എടുക്കുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫിൽ. പക്ഷെ അങ്ങനെ ആണെച്ചാൽ ഒരു ടോറസ് പേഴ്സൺ ഓർഎൽസ് ഒരു നിങ്ങളുടെ ബോസ് ഇല്ല വെച്ചാൽ ആരോ ഒരു ഫിനാൻഷ്യലി വെൽ ഓഫ് പേഴ്സൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വരും. ഈ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആരാണ്? 3 ഓഫ് കപ്സ്. അപ്പോൾ ഇതൊരു മേ ബി ബോസ് നിങ്ങൾക്ക് ബോണസ് തരും, ഓർഎൽസ് ഒരു ലോൺ അപ്രൂവ് ആവും നിങ്ങളുടെ. അതല്ല വെച്ചാൽ ഫ്രണ്ട് മേ ബി ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും ഫിനാൻഷ്യലി. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഒരു സെലിബ്രേഷനാണ് ഞാൻ കാണുന്നത്. ഇതൊരു ഒരു ലവ് റിലേഷൻഷിപ്പ് ആണെച്ചാലും ഞാൻ കാണുന്നത് ഒരു ഹാപ്പി എൻഡിങ് ആണ് ഇവിടെ. എന്നുവെച്ചാൽ ഏതോ ഒരു പേഴ്സൺ, ടോറസ് പേഴ്സൺ, കുറേ സ്റ്റേബിൾ പേഴ്സൺ ആണ് അവർ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നുണ്ട് ഈ പേഴ്സൻ്റെ വരവ് കഴിഞ്ഞിട്ട്. അപ്പോൾ 7 ഓഫ് പെൻറ്റിക്കിൾസ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണേ? മൂൺ. അപ്പോൾ കുറേ ഫിയേഴ്സ് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. അത് കാരണം നിങ്ങളൊരു ആക്ഷനും എടുക്കണില്ല. നിങ്ങളുടെ ആക്ച്വലി യൂണിവേഴ്സ് നിങ്ങളെ എൻകറേജ് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി ഒരു ബോൾഡായി ഡിസിഷൻ എടുക്കുക. എത്ര പേടിച്ചിരുന്ന ഒരു കാര്യം മുമ്പോട്ട് നടക്കില്ല. അപ്പോൾ യൂണിവേഴ്സ് ആക്ച്വലി നിങ്ങൾക്ക് കുറച്ചുകൂടി റിസ്ക് എടുക്കാനാണ് പുഷ് ചെയ്യണത്. പക്ഷേ നിങ്ങൾ വെയിറ്റിംഗ് മോഡിലാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഒരു പേടിയുണ്ട് ആ റിസ്ക് എടുത്താൽ ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യോ ഇല്ലയെന്ന്. അപ്പോൾ എന്തായാലും ഞാനിവിടെ കാണുന്നത് നിങ്ങൾ വെയിറ്റ് ആണ് ചെയ്യണത് ഒരു ഔട്ട്കമ്മിന് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങളൊരു ആക്ഷനും എടുക്കണില്ല. ഔട്ട്കം ഇവിടെ എന്താണ്? ജാനുവരിക്ക് 8 ഓഫ് വാൻസ്. അപ്പം ഞാൻ മുമ്പേയും പറഞ്ഞു ഇത് നിങ്ങൾ ഫോർവേഡാണ് പോകണത്, മുമ്പോട്ടാണ് പോകണത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കും ആക്ഷൻ എടുക്കേണ്ടി വരും. നിങ്ങൾ ആക്ഷൻ എടുക്കാണ്ട് ഒരു ഡിസിഷനും എടുക്കില്ല വെച്ചാൽ കുറച്ചൊരു പ്രോബ്ലം ആവും. ഇത് 7 ഓഫ് വാൻസ് ആണ് ഇവിടെ. അപ്പോൾ ചാലഞ്ചസ് ഉണ്ടാവും, അതിനെ എക്സ്പെക്റ്റ് ചെയ്യുക. പക്ഷേ ഈ ചാലഞ്ചസിനെ പേടിച്ച് ഇരുന്നാൽ അത് ശരിയാവില്ല. മുമ്പോട്ട് പോകണം. ആൻഡ് ഈ ചാലഞ്ചസൊക്കെ നിങ്ങളെ സക്സസ്ഫുള്ളി ആയി ക്രോസ് ചെയ്യും. ഇത് ലവ് റിലേഷൻഷിപ്പിലും ആവാം, ഓർഎൽസ് നിങ്ങളുടെ കരിയറിലാവാം. പക്ഷെ എന്തായാലും നിങ്ങൾക്കൊരു ക്ലിയർ ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് ജാനുവരിയിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മുമ്പോട്ട് പോകേണ്ടത് അതിൻ്റെയൊക്കെ ക്ലിയറായി ഐഡിയ എൻഡ് ഓഫ് ജാനുവരി ആകുമ്പോഴേക്കും നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. പക്ഷെ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ ബുക്ക് ചെയ്യാം. കുറേ ഫ്യൂ സെഷൻസേ ബാക്കിയുള്ളൂ. അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പേഴ്സണൽ റീഡിങ് കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ട് ക്ലോസ് ചെയ്യും. അപ്പോൾ വേഗം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ മെസ്സേജ് ചെയ്യുക. എൻ്റെ എല്ലാം ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ഔട്ട് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.